Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്റ്റിച്ചിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഹെഡിങ് എഴുതി കൊടുക്കുന്നുണ്ട്, സീയിങ് ഇക്വേഷൻസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഒരു 2 വീഡിയോ എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരു 3-4 എണ്ണം ഇന്ന് പറയാം കേട്ടോ. അതിൽ തന്നെ സബ്ബായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മളിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നെക്കിൻ്റെ വിഡ്ത്തും ഡെപ്ത്തും കണ്ടുപിടിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. സിമ്പിളായിരിക്കും, നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾ ഓർഡറൊക്കെ എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നെക്കിൻ്റെ ഡെപ്ത്ത് ആൻഡ് വിഡ്ത്ത് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷനുണ്ട്. ഇക്വേഷൻ നമ്മൾ പറഞ്ഞു തരാൻ പോവുകയാണ്. ഇക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് സർക്കംഫറൻസ് ഉണ്ടല്ലോ, നെക്കിൻ്റെ ആ ഒരു ചുറ്റളവ്, അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നെക്ക് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 6. നമ്മൾ എത്രയാണോ, ഇഞ്ചിലാണല്ലോ എടുക്കുക, നെക്ക് സർക്കംഫറൻസ് ഇഞ്ചിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനെ 6 വെച്ച് ഹരിക്കുക. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് നെക്ക് ഈസ് ഈക്വൽ ടു ഒരു സർക്കംഫറൻസ് ആണ് കേട്ടോ എഴുതുന്നത്. നമുക്കൊരു എത്ര എടുക്കണം? 16 ആണെന്നുണ്ടെങ്കിൽ 16/6 എന്നാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.6 എന്നാണ് നമുക്ക് കിട്ടുക. അതായത് നെക്ക് സർക്കംഫറൻസ് നമുക്ക് എത്രയാണോ ടേപ്പിൽ അളന്ന് കിട്ടുന്നത് അതിനെ 6 വെച്ച് ഹരിക്കുകയാണ് വേണ്ടത്. നമ്മൾ ടേപ്പ് വെച്ചിട്ട് കഴുത്തിന് ചുറ്റും എത്രയാണെന്ന് നോക്കുക. നിങ്ങൾ അളവുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നോക്കുക, എന്നിട്ട് അതിനെ 6 വെച്ചിട്ട് ഹരിച്ചാൽ മതി കേട്ടോ. ഇനി ഡെപ്ത്ത് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് നമ്മൾ നെക്കിൻ്റെ സർക്കംഫറൻസ് എടുക്കുക. നമുക്കിവിടെ 16 തന്നെ എടുക്കാം. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ എടുക്കാം. എന്നിട്ട് അതിനെ 5 വെച്ചിട്ട് ഹരിക്കുക. നമ്മൾ നേരത്തെ വിഡ്ത്തിന് വേണ്ടി 6 വെച്ചാണ് ഹരിച്ചിട്ടുണ്ടായിരുന്നത്. ഡെപ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ 5 വെച്ച് ഹരിക്കുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 16 തന്നെ എടുക്കാം കേട്ടോ. ഇഫ് നെക്ക് സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു 16. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ് വരിക? 16/5 എന്ന് വരും അല്ലേ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3.2 ആണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു 16 സർക്കംഫറൻസ് ഉള്ള നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ 2.6 ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഡെപ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ 3.2 ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇക്വേഷൻസ് എല്ലാം പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. എല്ലാം വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് തുടക്കക്കാരാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ പ്രായമുള്ളവരാണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ ഇക്വേഷൻസും അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടാകും. ഫോണിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് ടേപ്പ് യൂസ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിനെ 2 വെച്ച് ഹരിക്കുക. നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള കാര്യം അതാണല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഷോൾഡർ എടുക്കുന്നു, അതിൻ്റെ ഹാഫ് എടുക്കുന്നു, ഹാഫ് ഷോൾഡർ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യുന്നു. നമ്മളിവിടെ 16 എടുത്തു. 16/2 ചെയ്യുമ്പോൾ നമുക്ക് 8 ആണ് കിട്ടുക. നമുക്ക് രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടുന്നുണ്ട് എന്ന് നോക്കാവേ. അടുത്തതെന്ന് പറയുന്നത് ബസ്റ്റ് അളവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബസ്റ്റ് അളവ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് തന്നെ ഷോൾഡർ കണ്ടുപിടിക്കാം. മനസ്സിലായോ? ബസ്റ്റ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 6 + 1.5 ഇഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ഷോൾഡർ കിട്ടുന്നതായിരിക്കും. നമുക്കിവിടെ ബസ്റ്റ് ഒരു 40 എടുക്കാം. 40. അപ്പോൾ ഈ അളവെന്ന് പറയുന്നത് നമ്മൾ സീമും കൂടെ ആഡ് ചെയ്തിട്ട് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. 40/6 + 1.5 ഇഞ്ച്. നമുക്ക് എത്ര കിട്ടുന്നതെന്ന് കാൽക്കുലേറ്ററിൽ ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. 40/6 + 1.5 നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 8.616 എന്നാണ്. അപ്പോൾ 8.16 എന്ന് എഴുതുമ്പോൾ നമുക്കത് 8.1 ആക്കാം. 8.1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കിട്ടിയ ആ ഒരു ആൻസറിൻ്റെ അടുത്ത് തന്നെ കിട്ടിയ 8 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ
പോയിൻ്റ് നോക്കാം. അതായത് ബസ്റ്റ് സർക്കംഫറൻസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഷോൾഡർ മറ്റൊരു രീതിയിലും കണ്ടുപിടിക്കാം. ബസ്റ്റ് സർക്കംഫറൻസ് ബൈ 4 മൈനസ് 2 ഇഞ്ച്. സെക്കൻഡുള്ള ഇക്വേഷനും തേർഡുള്ള ഇക്വേഷനും നമ്മൾ ബസ്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ബസ്റ്റ് 40 ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 40/4 മൈനസ് 2, 40/4 എന്ന് പറയുമ്പോൾ 10 കിട്ടുക. എന്നാലും ഒന്ന് ചെയ്ത് കാണിക്കാം. 40/4 10 കിട്ടി. -2 ചെയ്യുമ്പോൾ നമുക്ക് 8 ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 3ലും 8 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ 8.1 എന്നുള്ളത് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാവേ. 8.2 ഒക്കെ ആണെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് 8 ആക്കി തന്നെ എടുത്താൽ മതി കേട്ടോ. 8.5 ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു എടുക്കാം. 5ൽ കൂടുതലാണെന്നുണ്ടെങ്കിലും 8.5 തന്നെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ അങ്ങനെയല്ലേ റൗണ്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് റൗണ്ട് ചെയ്തിട്ട് ഷോൾഡർ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആം ഹോളാണ്. നമ്മൾ ആദ്യം നോക്കിയത് നെക്കായിരുന്നു. അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ പല ഇക്വേഷൻസും നോക്കി. ഇനി ആം ഹോളിനും 2-3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് തന്നെ പറഞ്ഞു തരാവേ. ആം ഹോൾ ഡെപ്ത്ത് അതാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ആം ഹോളിൻ്റെ താഴത്തേക്ക് നമ്മൾ ഷോൾഡറിൽ നിന്ന് മാർക്ക് ചെയ്യില്ല, ആ ഒരു ലെങ്തിനെയാണ് പറയുന്നത്. അപ്പോൾ ആം ഹോളിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നമ്മൾ ആം ഹോളിൻ്റെ സർക്കംഫറൻസ് എടുക്കുക. സാധാരണ നമ്മൾ ടേപ്പ് വെച്ച് മെഷർമെൻറ്റ് എടുക്കാറില്ലേ, എന്നിട്ട് അതിനെ 2 വെച്ച് ഹരിക്കുക. നമ്മളെപ്പോഴും ചെയ്യാറുള്ള ആ ഒരു മെത്തേഡാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് 16 ആം ഹോൾ സർക്കംഫറൻസ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ 2 വെച്ച് ഹരിക്കുക. അപ്പോൾ നമുക്ക് 8 ആൻസർ കിട്ടുന്നത്. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഏതാണെന്ന് നോക്കാം. ഇക്വേഷൻ നമ്പർ 2 അത് വരുന്നത് നമ്മളിപ്പോൾ വിത്തൗട്ട് സ്ലീവ് ചെയ്യില്ലേ, ആ ഒരു കേസിലുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വിത്തൗട്ട് സ്ലീവ് ആവുന്നിടത്ത് നമുക്ക് ആം ഹോൾ അത്രയും ഫിറ്റായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ആ ഒരു കേസാണ് നമ്മളിപ്പോൾ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത്. വിത്തൗട്ട് സ്ലീവ് എന്ന് വെച്ചാൽ ഫിറ്റിങ്ങിൽ നമുക്ക് കിട്ടണം അത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. നമുക്കത് ബസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബസ് ഡിവൈഡഡ് ബൈ 6 + 1.5 ഇഞ്ചാണ്. നമുക്ക് വിത്തൗട്ട് സ്ലീവ് ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബസ് സൈസ് നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ 40 തന്നെ എടുക്കാം. അപ്പോൾ 40/6 + 1.5 ഇഞ്ച് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ആൻസർ 8 ആയിരിക്കും. അത് നമുക്ക് 8 തന്നെ കിട്ടുക. 8.2 എന്നാണ് കിട്ടുക. നമ്മൾ നേരത്തെയും ഈ ഒരു വാല്യൂ തന്നെ എടുത്ത് ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിത്ത് സ്ലീവാണ്. നമ്മൾ വിത്തൗട്ട് ചെയ്തു, വിത്ത് സ്ലീവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആം ഹോളിന് അത്രയും ഫിറ്റായിട്ട് ഇരിക്കേണ്ട വിത്ത് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. നമ്മൾ അതും ബസ്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ബസ്റ്റ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 6 തന്നെയാണ് വരുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ 1.5 ആണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ മാറുന്നത്? 40/6 + 2 ഇഞ്ച് എന്നാണ് വരിക. അതിൻ്റെ ആൻസർ നമുക്ക് 8.6 എന്നാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആം ഹോളിൻ്റെ ഡെപ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പല കേസിലും നമ്മൾ ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്തിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയുമാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയും നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതും കൂടെ അപ്ലോഡ് ചെയ്തേക്കാം. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് പാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.